സനിസ നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്റ്റാളിന് മുന്നിൽ, നമ്മുടെ മീഡിയ വൺ പവലിയന് മുന്നിൽ കലകലാട്ട എന്നാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് ഇട്ട പേര്. അപ്പോൾ കലകലാട്ട വേദിയുടെ മുന്നിൽ നിന്ന് സനിസ ചേരുന്നുണ്ട്. സനിസ അല്പസമയം മുമ്പ് നമ്മുടെ പവലിയനൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവലിയൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് നിരവധി കാഴ്ചകൾ ഒരുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ അവിടെ ഇപ്പൊ എന്തൊക്കെ വിശേഷങ്ങൾ നടക്കുന്നുണ്ട്, അപ്പൊ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ ടീമൊക്കെ അവിടെ സെറ്റാണോ സനിസ? അതേ, സാംസ്കാരിക നഗരിയായിട്ടുള്ള തൃശ്ശൂർ സെറ്റാണെങ്കിൽ നമ്മൾ ഡബിൾ സെറ്റാണ്. നമ്മുടെ ടീമും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോളും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ട് നല്ല പവറോടെ നാളെ മുതൽ ഊണുമില്ല ഉറക്കവുമില്ല. ഇവിടെ കലോത്സവത്തിന്റെ ഓളമാണ്, അതിന്റെ പവറിലാണ് നമ്മുടെ ടീമുള്ളത്. ഞാനായിട്ട് ഇവരെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല, ഓരോരുത്തരായിട്ട് വളരെ ഈ ഒരു കാലഘട്ടത്തിൽ പൂക്കികൾ ജെൻസി എന്നൊക്കെ വിളിക്കുന്ന ടീമിനെയാണ് ഇപ്രാവശ്യം മീഡിയ വൺ ഇറക്കിയിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് കലോത്സവ നഗരിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവര് തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പാനുന്നാണ്, എന്റെ ആദ്യത്തെ കലോത്സവം എക്സ്പീരിയൻസ് ആണ് ഇവിടെ. നമ്മളിവിടെ തെക്കിൻകാട് മൈതാനത്തിന്റെ തെക്കുമടക്കൊക്കെ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഇത്തവണ ഉഷാറാക്കുമെന്നാണ്. നമ്മളെല്ലാവരും സെറ്റാണ്, ടീം എല്ലാം സെറ്റാണ്. ബാക്കി അരുൺ പറയും. ബാനു പറഞ്ഞ പോലെ തന്നെ എനിക്കും കന്നി കലോത്സവമാണ്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ വന്ന പാടെ തന്നെ നമ്മൾ ഈ കലാവേദിയുടെ 1ാം വേദി 2ാം വേദി മൊത്തത്തിലങ്ങ് നടന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ഞങ്ങളൊരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സേഫൊക്കെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങ് എടുക്കും, അത് ഉറപ്പാണ്. മീഡിയ വൺ ടീം മൊത്തം സെറ്റാണ്, റെഡിയാണ്, നമ്മളെ ഉഷാറാണ്. നമ്മുടെ ഈ മീഡിയ വണ്ണിന്റെ പ്രൊമോ ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിരുന്നു, ഒരു ന്യൂജൻ രീതിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ റിപ്പോർട്ടിംഗ് ഒക്കെ? നമ്മൾ ആ ഒരു ന്യൂജൻ രീതി ഫോളോ ചെയ്യും. സാധാരണഗതിയിലെ ഈ കലോത്സവത്തിന്റെ പ്രമോ എന്ന് പറയുമ്പോൾ കഥകളിയും ഭരതനാട്യവും അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ചുകൂടെ അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കലോത്സവത്തിന്റെ പ്രമോ ആളുകളിലേക്ക് എത്തിച്ചു. അപ്പോൾ ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രമോ തന്നെ ഇവർ ഭയങ്കര ഉഷാറാക്കിയിട്ടുണ്ട്, അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം റിപ്പോർട്ടിങ്ങും ബാക്കിയുള്ള നല്ല ലൈഫുള്ള കുറേ സ്റ്റോറീസ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആളുകൾക്കുണ്ട്. അത് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉഷാറാക്കാം. ആധികാരികമായിട്ട് സംസാരിക്കുന്ന ജെൻസികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ജിൽസി, സേഫു, ഇതാ അടുത്ത ആള് സ്വയം പരിചയപ്പെടുത്തുന്നതായിരിക്കും. നജ്മ, എൻ്റെയും മീഡിയ വണ്ണിൽ വന്നിട്ട് ആദ്യത്തെ കലോത്സവമാണ്. ബാനു പറഞ്ഞതുപോലെ എന്താ പറയുക, ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും റെഡിയാണ്, സെറ്റാണ്. പിന്നെ അതിൽ പ്രൊമോ പോലെ തന്നെ ജെൻസിയാണ് നമ്മുടെ പരിഗണനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെ കലോത്സവത്തെ കാണുന്നു, ആ രീതിയിലേക്ക് തന്നെയാണ് നമ്മളും റിപ്പോർട്ട് ചെയ്യാനാണെങ്കിലും സ്റ്റോറികളിലൊക്കെ ആണെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതെ, അത്തരത്തിൽ ഒരു ജെൻസി വൈബ് പിടിക്കാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതാ നമ്മുടെ അക്ഷയ, പരിചയപ്പെടുത്തിക്കോളൂ. ഹായ്, ഞാൻ അക്ഷയ. ഇപ്പോ നിലവിൽ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറാണ്. വേറെ എന്താണ് പരിചയപ്പെടുത്തേണ്ടത്? അല്ല, എന്തൊക്കെയാണ് കലോത്സവം പ്ലാനുകൾ? കലോത്സവം കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നാടകം കാണണം. നാടകമാണ് എല്ലാ കാലത്തും എന്നെ ആവേശം കൊള്ളിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത്. കാരണം നേരത്തെ സനിസ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഒരു പൊളിറ്റിക്സ്, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് കൃത്യമായിട്ട് കലോത്സവ വേദിയിൽ ഉണ്ടാവുക അത് നാടകത്തിലാണ്. നാടിന്റെ അകമാണ് നാടകം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് നാടകത്തിനകത്ത് കാണാനും കഴിയും. അപ്പോൾ കോഴിക്കോടിന്റെ നാടകത്തിനാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എപ്പോഴും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡ്രാമാസ് കൊണ്ടുവരുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് സംഘനൃത്തം ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ഐറ്റംസിന് ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ കഴിഞ്ഞ തവണ തൊട്ടാണ് നമ്മുടെ ഈ ഗോത്ര കലകൾ ഈ കലോത്സവത്തിൽ വന്നു തുടങ്ങിയത്. അപ്പോൾ അവ കാണണം, അതും കൂടെ കാണണം എന്നുള്ളൊരു സാധനം, അതും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള അതൊക്കെ വിടി. അക്ഷയ വലിയൊരു കലാകാരിയാണ്. അക്ഷയുടെ ഒരു ഫ്രഷ് ഐറ്റം ഉണ്ട്, മറ്റേ മധുര. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറക്കിയതായതുകൊണ്ട് ഇത്തവണ ഇച്ചിരി ജാട ആയതുകൊണ്ട് ഞാൻ ഇത്തവണ അത് ഇറക്കുന്നില്ല. നന്ദി. അതെ, ഇനി അടുത്ത നമ്മുടെ ക്യാമറ പേഴ്സൺ ഓടിക്കളഞ്ഞു. ഇവിടെ പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ സന്തോഷ് ലാൽ, ക്യാമറമാനാണ്. ഒപ്പി എടുക്കും ഇവിടെ ഒക്കെ. തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ 13ാമത്തെ കലോത്സവമാണ്. അതുകൊണ്ട് എന്തായാലും വളരെ ഭംഗിയായിട്ട് ഒപ്പി എടുക്കും. അതെ, നമ്മുടെ ക്യാമറയുടെ തലവർ ഇവിടെ എന്തൊക്കെയോ ഡിസ്കഷൻ കടന്നു പോവുകയാണ്. എങ്കിലും 2 വാക്ക്. നമ്മള് ടീം വളരെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അടക്കമുള്ള ആൾക്കാർ നമ്മളെല്ലാം 5 ദിവസം 4 ദിവസം വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ടീമായിട്ട് തന്നെ നമ്മളെ ക്യാമറമാരും റിപ്പോർട്ടേഴ്സും എല്ലാം